വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാനാകാതെ വെള്ളക്കെട്ടിൽ കുടുങ്ങി ലൈഫ് പദ്ധതിയിലെ താമസക്കാർ. താണിറങ്ങുന്നതിനു മുമ്പ് പരിഹാരം കാണുമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഉറപ്പു നൽകി. കരുനാഗപ്പള്ളി, കുലശേഖരപുരം, കുറുങ്ങപ്പള്ളി, കൊച്ചുകുതിരപ്പന്തിക്കും പ്ലാവില ക്ഷേത്രത്തിനുമിടയിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച 5 വീടുകൾ ഉൾപ്പെടെ നിരവധി വീടുകളിലേക്കുള്ള കോൺക്രീറ്റ് പാതയിലാണ് വെള്ളക്കെട്ട് കൂടുതൽ. ഇടയ്ക്കിടെ കുഴികളും രൂപപ്പെട്ടത് യാത്രാക്ലേശം വർദ്ധിപ്പിക്കുന്നു. കനത്ത മഴയിൽ കക്കൂസ് ടാങ്കുകൾ നിറഞ്ഞൊഴുകിയും വെള്ളത്തിന് ദുർഗന്ധമായതോടെ സമീപത്തുള്ള മറ്റു വീട്ടുകാർക്കും ബുദ്ധിമുട്ടായി. ഇത്രയും കൊല്ലം കൊണ്ട് ഈ വെള്ളം ഇങ്ങനെ മഴ പെയ്യുമ്പം കെട്ടിക്കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിലേ പോകാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് കൊച്ചുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതാണ്. എന്നും പനിയും കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെയാണ്. അതിനൊരു പരിഹാരം കാണണം. മാധ്യമപ്രവർത്തകരെത്തിയതറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രദേശവാസികളുമായി വാദപ്രതിവാദങ്ങളും നടന്നു. 50 മീറ്റർ അകലെ വെള്ളം ഒഴുകി വയലിലേക്ക് പോകുവാനുള്ള പൈപ്പും മാൻഹോളും അടച്ചുവെച്ചിരിക്കുന്നതായും ആരോപണമുണ്ട്. വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് സ്ഥലവാസികൾ ഒന്നായി ആവശ്യപ്പെടുന്നുണ്ട്. ഫണ്ട് റിലീസിംഗും ആസ്തി ഓപ്പണാകാൻ 1 വർഷം എടുത്തതുമാണ് കാലതാമസം നേരിടാൻ കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പറയുന്നു. ലൈഫ് ഗുണഭോക്താക്കള് ഇവിടെ വന്ന് താമസിച്ചതിന് ശേഷമാണ് ഞാനിത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയത്. ആസ്തിയിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ ആസ്തി ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. ആസ്തി ഓപ്പൺ ആകാതിരുന്നതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് ആസ്തി ഓപ്പൺ ആയത്. ആസ്തി ഓപ്പൺ ആയതിന് ശേഷമാണ് നമ്മളിത് NRGS ഈ വർക്ക് വെച്ചത്. NRGS വർക്ക് വെച്ച് കഴിഞ്ഞ് ഇത് വർക്കായി വന്നപ്പം ഫണ്ട് റിവൈസ് ചെയ്യണമായിരുന്നു. ഫണ്ട് റിവൈസ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.